വെൽക്കം. റഹ്മാനാണ്. നർവസ് സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി ഈ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്സുകളെ കുറിച്ചിട്ടാണ് പറയാം. റിഫ്ലക്സസ് അതിനെ പറ്റിയാണ് പറയാം. സോ അപ്പോൾ നമ്മൾ ആദ്യം പറയാം എന്താണ് റിഫ്ലക്സ് എന്ന് പറയും ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ്, റിഫ്ലക്സിന്റെ ടൈപ്സ്, വിവിധ ടൈപ്സുകളെ പറ്റി പറയും. ദെൻ റിഫ്ലക്സ് ആർക്കുകളെ പറ്റി പറയണം. സോ വാട്ട് ഈസ് റിഫ്ലക്സ് ആർക്ക് എന്താണെന്ന് പറയണം, അതിന്റെ സർക്യൂട്ടിനെ പറ്റി പറയണം. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് സൊമാറ്റോ സെൻസറി റിഫ്ലക്സസ്, സൊമാറ്റോ സെൻസറി റിഫ്ലക്സുകൾ ഇമ്പോർട്ടന്റ് വൺസ് ഏതൊക്കെയാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് റിഫ്ലക്സിനെ പറ്റി പറയണം, ടെൻഡൻ റിഫ്ലക്സുകളെ പറ്റി പറയണം, ഓർ ഇൻവേഴ്സ് സ്ട്രെച്ച് റിഫ്ലക്സിനെ പറ്റി പറയണം, വിഡ്രോവൽ ഓർ അതിന് നമ്മൾ ഫ്ലക്സർ എന്നും പറയും, ഫ്ലക്സർ റിഫ്ലക്സ് എന്താണെന്ന് പറയണം. ദെൻ ക്രോസ്ഡ് എക്സ്റ്റൻസർ റിഫ്ലക്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ആദ്യം നമുക്ക് എന്താണ് റിഫ്ലക്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചം ശക്തമായിട്ട് അടിക്കുന്നു, നമ്മൾ കണ്ണടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഒരു കുത്തു കൊള്ളുന്നു, ആ ഭാഗം നമ്മളപ്പോൾ വലിക്കുന്നു അല്ലെങ്കിൽ മാറ്റുന്നു. സോ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണോ? അല്ല, പ്ലാൻഡ് അല്ല, ഇത് ഓട്ടോമാറ്റിക് ആണ് ആൻഡ് ഉടൻ നടക്കുകയും ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആണ്. എന്തെങ്കിലും പ്രത്യേകതരം സ്റ്റിമുലസിനോട് ആണ് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്താൽ അപ്പൊ റിഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്സ് ആർ ഫാസ്റ്റ് ആണ് അല്ലെ, വേഗത്തിൽ നടക്കുന്നതാണ്, ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കുന്നതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് അൺപ്ലാൻഡ് എന്നും കൂടി എഴുതാം. അൺപ്ലാൻഡ് എന്താണ്? സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആണ്, സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഓർ ഇവന്റ്സ് ആണ്. എപ്പോഴാണ് നടക്കുക? ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ സ്റ്റിമുലസ്, ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ സ്റ്റിമുലസ്. ഒരു പ്രത്യേക സ്റ്റിമുലസിനോട് നമ്മൾ ചെയ്യുന്ന സഡൻ ഫാസ്റ്റ് അൺപ്ലാൻഡ് ഓട്ടോമാറ്റിക് സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയാം. നമ്മുടെ ലോക്കൽ എൻവയോൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ശരീരം അതനുസരിച്ച് പ്രതികരിക്കും. സോ ദർ ഇസ് എ പ്രെഡിക്റ്റബിൾ സീക്വൻസ് ആണ്, നമുക്കറിയാം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ശരീരം വലിക്കുകയാണോ അല്ലെങ്കിൽ എന്താ ചെയ്യുക. ആൻഡ് പ്രെഡിക്റ്റബിൾ സീക്വൻസ് ഓഫ് ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഇൻവോളണ്ടറി മീൻസ് വോളണ്ടറി അല്ല എന്ന് വെച്ചാൽ നമ്മൾ സ്വയം മനഃപൂർവ്വം ചെയ്യണം എന്ന് കരുതി ചെയ്യുന്നതല്ല, ടു ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റിമുലസ്. സോ ഇതാണ് റിഫ്ലക്സ്. ഇനി നമുക്ക് റിഫ്ലക്സ് ആർക്ക് എന്താണെന്ന് പറയേണ്ടത്. റിഫ്ലക്സ് ആർക്കോ റിഫ്ലക്സ് സർക്യൂട്ട് എന്നും പറയും, അതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇത് ഒരു റിഫ്ലക്സ് ഉണ്ടാകാൻ, റിഫ്ലക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു നെർവ് ഇമ്പൾസ് സഞ്ചരിക്കുന്ന വഴിയാണ്. സോ നെർവ് ഇമ്പൾസ് സഞ്ചരിക്കുന്ന വഴിക്ക് നമുക്ക് പാത്വേ എന്ന് പറയാം. സോ ഇറ്റ്സ് എ പാത്വേ ഓഫ് നെർവ് ഇമ്പൾസ്, അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. സോ റിഫ്ലക്സ് ആർക്ക് ഇസ് ദ പാത്വേ ഫോളോഡ് ബൈ എ നെർവ് ഇമ്പൾസ് ദാറ്റ് പ്രൊഡ്യൂസ് എ റിഫ്ലക്സ്. ഒരു റിഫ്ലക്സ് ഉണ്ടാക്കാനായിട്ട് ആ നെർവ് ഇമ്പൾസ് യാത്ര ചെയ്യുന്ന വഴികളെ കുറിച്ചാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. സോ ഇറ്റ്സ് ആൻ അനാറ്റമിക്കൽ റൂട്ട് ഓഫ് ദാറ്റ് റിഫ്ലക്സ്. അനാറ്റമിക്കൽ റൂട്ടാണ്. മറ്റേത് ആ സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഇത് സംഭവം നടക്കുന്ന വഴികളെ കുറിച്ചിട്ടാണ്. ഏത് റിഫ്ലക്സ് ആർക്കിനായാലും ഒരു 5 കമ്പോണൻസ് ഉണ്ടായിരിക്കും, 5 ഫങ്ഷണൽ കമ്പോണൻസ് ഉണ്ടായിരിക്കും. കമ്പോണൻസ് ഒന്ന് ഇതാണ്, സെൻസറി റിസപ്റ്റർ ആണ് ഫസ്റ്റ് കമ്പോണന്റ്, രണ്ടാമത്തത് സെൻസറി ന്യൂറോൺ ആണ്, ദെൻ ഇന്റഗ്രേറ്റിംഗ് സെന്റർ ആണ് മൂന്നാമത്തെ കമ്പോണന്റ്, നാലാമത്തത് പുറത്തേക്ക് പോകുന്ന മോട്ടോർ ന്യൂറോൺ ഓർ മോട്ടോർ നെർവ് ആണ്, അഞ്ചാമത്തത് ഇത് എഫക്ടർ ഓർഗൻ ആണ്. ഈ ഒരു പടം വരയ്ക്കും. ആദ്യത്തെ കമ്പോണന്റ് സെൻസറി റിസപ്റ്റർ ആണെന്ന് പറഞ്ഞു. സെൻസറി റിസപ്റ്റർ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ റിഫ്ലക്സ് ഉണ്ടാകുന്നത്, ഉദാഹരണം എന്റെ കയ്യിലാണെങ്കിൽ കൈയാണെന്ന് കരുതിയാൽ അവിടെയുള്ള സെൻസറി റിസപ്റ്റേഴ്സ് ആണ്. സോ ഈ റിസപ്റ്റർ വിൽ ഗെറ്റ് ആക്ടിവേറ്റ്, ഈ റിസപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നു, അത് അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നു, അത് ട്രിഗർ ചെയ്യുന്നു, ട്രിഗർ ചെയ്തിട്ട് അത് പുറത്തേക്ക് വിടും. സോ മിക്കവാറും ഇത് ഒരു ഡെൻഡ്രൈറ്റിക് എൻഡ് ആയിരിക്കും, ഒരു ന്യൂറോണിന്റെ സെൻസറി ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിക് എൻഡ്സ് ആയിരിക്കും. ഡെൻഡ്രൈറ്റിക് നമ്മൾ റിസപ്റ്ററിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, നെർവ് എൻഡിങ്സ്, അവിടെയുള്ള സ്പെഷ്യലൈസ് സ്ട്രക്ചേഴ്സ്, ഇപ്പോൾ മർക്കൽ ഡിസ്ക് പറഞ്ഞു, ക്യാപ്സുലേറ്റഡ് എൻക്യാപ്സുലേറ്റഡ് അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ. സോ ആ സംഭവങ്ങളായിരിക്കും ഇവിടെ സെൻസറി റിസപ്റ്റേഴ്സ്. സോ ഇതാണ് ഫസ്റ്റ് കമ്പോണന്റ്. പിന്നെ കമ്പോണന്റ് നമ്പർ 2, രണ്ടാമത്തെ കമ്പോണന്റ് ഈ സെൻസറി ന്യൂറോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത് സാധാരണ ഒരു സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ ആണ്. എന്താണ് സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ? അതിന്റെ സെൽ ബോഡി ഇവിടെയാണ് ഇരിക്കുക, ഇത് അതിന്റെ പെരിഫറൽ പ്രോസസ് ആണ്, ഇത് അതിന്റെ സെൻട്രൽ പ്രോസസ്. സെൻട്രൽ പ്രോസസ് സ്പൈനൽ കോഡിലേക്ക് പോകും, പെരിഫറൽ പ്രോസസിന്റെ അറ്റമാണ് സെൻസറി നെർവ് എൻഡിങ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഇത് ഇവിടെ ഇരിക്കുന്ന സ്ഥലം നമ്മൾ പറയാ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ഓഫ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ എവിടെയാണ്? സ്പൈനൽ കോഡിന്റെ പുറകുവശമാണ്, പോസ്റ്റീരിയർ സൈഡിലാണ്. സോ പോസ്റ്റീരിയർ സൈഡ് ഓഫ് ദ സ്പൈനൽ കോഡ് ഈസ് സെൻസറി നമുക്കറിയാം, ആന്റീരിയർ സൈഡ് ഈസ് മോട്ടോർ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇമ്പൾസ് വരേണ്ടത് സെൻസറി ഇമ്പൾസ് ആണ്, നേരെ വരേണ്ടത് സ്പൈനൽ കോഡിന്റെ പുറകുവശത്താണ്, സ്പൈനൽ കോഡിന്റെ ഗ്രേ മാറ്ററിൽ വന്ന് അവസാനിക്കും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് കമ്പോണന്റ്, ദാറ്റ് ഈസ് ദ സെൻസറി ന്യൂറോൺ. അപ്പോൾ മൂന്നാമത്തെ കമ്പോണന്റ്, തേർഡ് കമ്പോണന്റ് ഈസ് ദ ഇന്റഗ്രേറ്റിംഗ് സെന്റർ ആണ്. ഇന്റഗ്രേറ്റിംഗ് സെന്റർ ഈസ് യൂഷ്വലി ദ സ്പൈനൽ, അതുകൊണ്ടാണ് ഞാൻ സ്പൈനൽ കോഡ് വരച്ചത്. സോ സെൻസറി ന്യൂറോണിൽ നിന്ന് ഇത് സെൻസറി ന്യൂറോൺ വന്ന് അവസാനിക്കുന്നു ഗ്രേ മാറ്ററിൽ. അപ്പോൾ ഇതാണ് മോട്ടോർ ന്യൂറോൺ ആരംഭിക്കുന്നത്. മോട്ടോർ ന്യൂറോയ്ക്കുള്ള ചിലപ്പോൾ ഒരു ഇന്റർ ന്യൂറോൺ കാണും, ഇല്ലെങ്കിൽ നേരിട്ട് ഇതിന് ഇവിടെ വന്നും അവസാനിക്കും. സാധാരണ ഇതിൽ ഒറ്റ ലെവൽ കണക്ഷൻ ആയിരിക്കും. സോ ഈ ലെവലിൽ മാത്രം, ചിലപ്പോൾ മറ്റേതല്ല, ഇവിടെ മുകളിൽ സ്പൈനൽ കോഡിന്റെ ഒരു സെക്ഷൻ ഞാൻ വരച്ചിരിക്കുക, ഇതിന്റെ മുകളിൽ വേറെ സ്പൈനൽ കോഡിന്റെ ലെവൽ ഉണ്ടാവും, താഴെ ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടായിരിക്കാം. സോ ഒറ്റ ലെവലാണെങ്കിൽ നമ്മൾ അതിനെ
അതിനെ മോണോസിനാപ്റ്റിക് എന്ന് വിളിക്കും. മോണോസിനാപ്റ്റിക് എന്ന് വിളിക്കും. ഡിഫറെന്റ് ലെവൽസിലാണെങ്കിൽ നമ്മൾ അതിനെ പോളിസിനാപ്റ്റിക്. സോ എനിവേ ഇന്റഗ്രേഷൻ നടക്കുന്നത് സ്പൈനൽ കോഡിലാണ്. സോ ദിസ് ദ തേർഡ്, മൂന്നാമത്തെ ഭാഗം, ഇന്റഗ്രേറ്റിംഗ് സെന്റർ. ഇനി റിഫ്ലക്സ് ആർക്കിന്റെ ഫോർത്ത് കമ്പോണന്റ്, നാലാമത്തെ കമ്പോണന്റ് നമ്മൾ പറഞ്ഞു മോട്ടോർ ന്യൂറോൺ ആണെന്ന് പറഞ്ഞു. സോ ഇത് CNSലെ ഇവിടെ സ്പൈനൽ കോഡിൽ നിന്ന് തുടങ്ങിയ ആ റിഫ്ലക്സ് അല്ലെങ്കിൽ ആ ഇമ്പൾസിനെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന നെർവാണ്. പുറത്തേക്ക് പോകുന്ന നെർവ് ഏത് ഭാഗത്താണോ പ്രശ്നം ആ ഭാഗത്ത് തന്നെ ആയിരിക്കും മിക്കവാറും കൊണ്ടുപോകുക. പോളിസിനാപ്റ്റിക് ആണെങ്കിൽ ചിലപ്പോൾ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. സ്പൈനൽ കോഡിന്റെ മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന നെർവ് മോട്ടോർ ന്യൂറോൺ നെർവാണ്. ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെയൊക്കെയുള്ള മോട്ടോർ ന്യൂറോൺസ് ആയിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോവുക. ഇതാണ് നാലാമത്തെ കമ്പോണന്റ്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ കമ്പോണന്റ് ദിസ് എഫക്ടർ ആണ്. എഫക്ടർ ഓർഗൻ ആയിരിക്കാം. ഏത് ഭാഗമാണോ ഈ റിഫ്ലക്സ് അനുസരിച്ച് പെരുമാറേണ്ടത് അല്ലെങ്കിൽ പെരുമാറുന്നത് അതാണ് എഫക്ടർ എന്ന് പറയും. ചിലപ്പോൾ ചെറിയൊരു ഭാഗമായിരിക്കാം, ചിലപ്പോൾ ഒരു മസിൽ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫുൾ എൻറ്റയർ ഓർഗൻ, ഇപ്പോൾ കൈ മൊത്തമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശരീരത്തിന്റെ ഇരുഭാഗവും വരാം. പോളിസിനാപ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇരുഭാഗവും വരാം. അപ്പോൾ ഇതാണ് എഫക്ടർ, അഞ്ചാമത്തെ. പിന്നെ നമുക്ക് ഈ റിഫ്ലക്സ് ശരീരഭാഗത്തിന്റെ പുറത്താണെങ്കിൽ, പുറത്ത് മീൻസ് നമ്മളെപ്പോഴും സൊമാറ്റിക് എന്നാണ് ഉദ്ദേശിക്കുക. എന്ന് വെച്ചാൽ സ്കെലിറ്റൽ മസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സൊമാറ്റിക് റിഫ്ലക്സുകൾ എന്നാണ് വിളിക്കുക. അല്ല ശരീരത്തിന്റെ ഉള്ളിലാണ്, ഇൻവോളണ്ടറി ഓർഗനിലാണ്, സ്മൂത്ത് മസിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓട്ടോണോമിക് എന്ന് വിളിക്കും. ഓട്ടോണോമിക് അല്ലെങ്കിൽ സാധാരണ വിസറൽ, വയറ്റിനകത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ വിസറൽ റിഫ്ലക്സുകൾ എന്നാണ്. നമുക്ക് ഇതിന്റെയാണ് കുറച്ച് എക്സാമ്പിൾ കാണേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്സുകൾ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് പോകാം. റിഫ്ലക്സുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു രീതി എന്ന് വെച്ചാൽ വെദർ ഇറ്റ് ഈസ് ഇൻബോൺ ഓർ അക്വയർഡ്. ഇൻബോൺ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അൺകണ്ടീഷൻഡ് ആണ്. അൺകണ്ടീഷൻഡ് റിഫ്ലക്സുകളെയാണ് നമ്മൾ ഇൻബോൺ എന്ന് പറയും. ജനിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ് ഇൻബോൺ. ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുള്ളി തേൻ നമ്മളൊരു ജനിച്ച ഉടനെ ഉള്ള കുട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ സലൈവ ഉണ്ടാകും. സോ ദാറ്റ്സ് ആൻ ഇൻബോൺ റിഫ്ലക്സ് ആണ്. പക്ഷെ ചിലത് അത് അക്വേർഡ് ആണ്, ജനിച്ച ശേഷം പഠിക്കുന്നതാണ്, ട്രെയിനിങ് വേണം. ഇതേ സലൈവ തന്നെ നമ്മൾ ഭക്ഷണത്തെ പറ്റി കേട്ടാൽ, കണ്ടാൽ, ചിന്തിച്ചാലൊക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് അക്വേർഡ് ആണ്. ചില ആൾക്കാർക്ക് ചിക്കൻ കറി കേട്ട് കഴിഞ്ഞാൽ സലൈവ കൂടുതലുണ്ടാകും, ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാനായിരിക്കും വരിക. സോ ഡിപ്പെൻഡ്സ്. സോ രണ്ടു തരം റിഫ്ലക്സ് ഒരേ സംഭവം തന്നെ ഉണ്ടാകും, ബിക്കോസ് ഇറ്റ് ഈസ് അക്വേർഡ് ആണ്. അടുത്തത് അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് റിഫ്ലക്സ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് പറയുന്നതാണ് അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഇറ്റ് ക്യാൻ ബി കോർട്ടിക്കൽ ആകാം, ബ്രെയിന്റെ കോർട്ടക്സിൽ നിന്നുള്ളതായിരിക്കാം. സെറിബെല്ലാർ, സെറിബെല്ലത്തിൽ നിന്നുള്ള റിഫ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ മിഡ് ബ്രെയിനിൽ നിന്നുള്ള റിഫ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഡുല്ല, മെഡുല്ലയിൽ നിന്നോ ബൾബാർ എന്നും വിളിക്കാറുണ്ട്. മെഡുല്ലയെ നമ്മൾ ബൾബാർ എന്ന് പറയാറ്. ദെൻ ക്രേനിയൽ റിഫ്ലക്സ്. ക്രേനിയൽ റിഫ്ലക്സ് ബ്രെയിൻ സ്റ്റെമ്മിന്റെ റിഫ്ലക്സ് ആണ്. ഇപ്പോൾ വായിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് അതനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അത് ക്രേനിയൽ റിഫ്ലക്സ് ആണ്. ദെൻ ക്യാൻ ബി സ്പൈനൽ കോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഉദാഹരണം പട്ടല്ലാർ റിഫ്ലക്സ് ഇസ് എ സ്പൈനൽ റിഫ്ലക്സ്. അത് തന്നെ പല സ്പൈനൽ കോഡിന്റെ പല സെഗ്മെന്റിൽ നിന്നാകാം, മുകളിൽ നിന്നാകാം, സൈഡിൽ നിന്നാകാം, സുപ്രാ സെഗ്മെന്റൽ, ഇൻട്രാ സെഗ്മെന്റൽ, അങ്ങനെയൊക്കെ വരാം. ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് റിഫ്ലക്സ് എന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെ ഫിസിയോളജിക്കൽ റിഫ്ലക്സസ് എന്നാണ് വിളിക്കുക. ഇത് ഇറ്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സസ് ആകാം. പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ്, പ്രൊട്ടക്റ്റീവിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുക ഫ്ലെക്സർ എന്നാണ്. ഫ്ലെക്സർ റിഫ്ലക്സസ് ഓർ വിഡ്രോവൽ റിഫ്ലക്സസ്. അതിൽ നിന്ന് പിന്തിരിയാം. ഫ്ലെക്ഷൻ ഓഫ് ഡിഫറെന്റ് ജോയിന്റ്സ് ഫ്ലെക്സ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ഫ്രം ഹാംഫുൾ സ്റ്റിമുലേ വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ആന്റി ഗ്രാവിറ്റി റിഫ്ലക്സ് ഓർ എക്സ്റ്റൻസർ. സോ ഫ്ലെക്സറും എക്സ്റ്റൻസറും ഒന്ന് കേട്ട് വെക്കേണ്ടതാണ്. എക്സ്റ്റൻസർ റിഫ്ലക്സ് എന്ന് വെച്ചാൽ ശരീരത്തിലെ എക്സ്റ്റൻസർ മസിൽസുകൾ ചുരുങ്ങുന്നു, അപ്പോൾ ജോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ജോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സ്റ്റൻസർ റിഫ്ലക്സസ് എന്ന് പറയാം. അടുത്തത് എത്ര സിനാപ്സസ് ഓർ നെർവ്സ് ഇൻവോൾവ് ആണെന്നുള്ളതാണ്. നമ്പർ ഓഫ് സിനാപ്സ് ഇൻവോൾവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്യാൻ ബി മോണോ സിനാപ്റ്റിക് ആകാം, ഡൈസിനാപ്റ്റിക് ആകാം, രണ്ടിലധികം ആണെങ്കിൽ നമ്മൾ അതിനെ പോളിസിനാപ്റ്റിക് എന്നാണ് വിളിക്കുക. സോ പോളിസിനാപ്റ്റിക്, മോണോസിനാപ്റ്റിക്, അങ്ങനെയൊക്കെ. മോണോസിനാപ്റ്റിക്കിന് ഉദാഹരണം ഇപ്പോൾ സ്ട്രെച്ച് ഇസ് എ മോണോസിനാപ്റ്റിക് ആണെന്ന് പറയാം. പോളിസിനാപ്റ്റിക്കിന് ഉദാഹരണത്തിന് ഫ്ലെക്സർ ഓർ വിഡ്രോവൽ, അതെല്ലാം ഫ്ലെക്സർ, വിഡ്രോവൽ, ഇതെല്ലാം പോളിസിനാപ്റ്റിക് ആണ്. ഇനി അടുത്തത് ശരീരത്തിന്റെ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സൊമാറ്റിക് എന്ന് വെച്ചാൽ സ്കെലിറ്റൽ മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സൊമാറ്റിക് ആണ്. വിസറൽ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് വിസറൽ ഓർ ഓട്ടോണോമിക് ആണെന്ന് പറഞ്ഞു. സോ സ്കെലിറ്റൽ മസിലിന്റെ റിഫ്ലക്സുകളാണ് നമുക്ക് ഇനിയപ്പോൾ പറയാനുള്ളത്. സൊമാറ്റിക് റിഫ്ലക്സിനെ പറ്റി നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത് അതാണ്. ഫ്ലെക്സർ, എക്സ്റ്റൻസർ, അങ്ങനെയൊക്കെ ഉള്ളത്. ഓട്ടോണോമിക്കിന് ഉദാഹരണം പ്യൂപ്പില്ലറി റിഫ്ലക്സ്, റെസ്പിറേറ്ററി റിഫ്ലക്സ്, ദെൻ നമ്മൾ വിഴുങ്ങുക, സ്വാളോയിങ് റിഫ്ലക്സ്, കഫിംഗ് റിഫ്ലക്സ്, വോമിറ്റിംഗ്, ഇതെല്ലാം വിസറൽ ഓർ ഓട്ടോണമിക് ആണ്. സോ എങ്കിലും ഇതിനകത്തും ചിലപ്പോഴെങ്കിലും സ്കെലിറ്റൽ മസിൽസിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരാം. ഇപ്പൊ ഛർദ്ദിക്കാൻ നമുക്ക് സ്കെലിറ്റൽ
മസിലൊക്കെ വേണ്ടി വരും. ഇനി നമുക്ക് അവസാനത്തെ ക്ലിനിക്കൽ ബേസിസിലാണ്. അപ്പോൾ അത് സൂപ്പർഫിഷ്യൽ ആകാം. സൂപ്പർഫിഷ്യൽ എന്ന് വെച്ചാൽ സ്കിന്നിന്റെ പുറത്തുനിന്ന് വരുന്നതായിരിക്കാം, ചർമ്മത്തിലെ സൂപ്പർഫിഷ്യൽ, അതാണ് മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്ന് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഡീപ്പ് റിഫ്ലക്സ് ആയിരിക്കാം, ഉള്ളിൽ നിന്ന് സ്കിന്നിന്റെ അടിയിൽ നിന്ന്. ഉദാഹരണത്തിന് ടെൻഡണിൽ നിന്ന് വരുന്നത് സ്കിന്റെ അടിയിലാണ്, ജോ അവിടെ നിന്ന് വരുന്നത്, ദെൻ ബൈസെപ്സ് റിഫ്ലക്സ്, അങ്ങനെയൊക്കെ ഉള്ളത്. ദെൻ ക്യാൻ ബി വിസറൽ, വയറ്റിനകത്ത് നിന്നൊക്കെ വരുന്നതാണെങ്കിൽ പ്യൂപ്പിലറി നമ്മൾ ഓൾറെഡി പറഞ്ഞു, കരോട്ടിഡ് സൈനസ് റിഫ്ലക്സ്, അങ്ങനെയൊക്കെ ഉള്ളത്. ദെൻ ക്യാൻ ബി പാത്തോളജിക്കൽ. ദർ ആർ സർട്ടൻ പാത്തോളജിക്കൽ റിഫ്ലക്സസ് ഓൾസോ. എന്ന് വെച്ചാൽ ഏതെങ്കിലും അസുഖത്തിന്റെ സൈൻ ഓഫ് ആൻ അണ്ടർലൈങ് ഡിസീസ് ഓർ എ പ്രോസസ് ഡിസീസ്, എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പൊ ബാബിൻസ്കി സൈൻ എന്ന് പറയുന്നത്, ബാബിൻസ്കി സൈൻ എന്ന് പറയുന്നത്, ദെൻ ക്ലോണസ്, ദെൻ പെൻഡുലാർ മൂവ്മെന്റ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ സം പാത്തോളജിക്കൽ റിഫ്ലക്സസ്. അപ്പൊ നമുക്കിനി ചില സൊമാറ്റോ സെൻസറി റിഫ്ലക്സുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഓരോന്നിലും റിഫ്ലക്സിന്റെ ആർക്കിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ദെൻ ഏത് ടൈപ്പാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. സോ ആദ്യത്തെ നമ്മൾ പറയാം സ്ട്രെച്ച് റിഫ്ലക്സിനെ കുറിച്ചിട്ടാണ്. സോ സ്ട്രെച്ച് വരുമ്പോൾ ഇതാണ് സ്കെൽറ്റൽ മസിലാണ് വരച്ചിരിക്കുന്നത്. സ്കെൽറ്റൽ മസിൽ സ്ട്രെച്ച് വരുമ്പോൾ അത് കൺട്രാക്ട് ചെയ്യും, നമുക്കറിയാം. സ്ട്രെച്ച് വരുമ്പോൾ കൺട്രാക്ട്. സോ സ്ട്രെച്ച് വന്നാൽ സെയിം മസിൽ തന്നെയാണ് ചുരുങ്ങുക. സോ ഇവിടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആർ മസിൽ സ്പിൻഡിൽസ്. സോ ഇതിനെയാണ് നമ്മൾ മസിൽ സ്പിൻഡിൽസ് എന്ന് പറയാം. സോ ഇവിടെ ഈ വരച്ചിരിക്കുന്നതാണ് മസിൽ സ്പിൻഡിൽസ് എന്ന് പറയാം. മസിൽ സ്പിൻഡിൽസ് എന്താ, നോർമൽ മസിൽ ഫൈബേഴ്സിന് പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അതാണ് മസിൽ സ്പിൻഡിൽസ്. ആൻഡ് ഇതിനകത്ത് ഇൻട്രാ ഫ്യൂസൽ ഫൈബേഴ്സ് ഉണ്ട്. മസിലിന്റെ പുറത്താണെങ്കിലോ, പുറത്തുള്ള മസിലിലാണെങ്കിൽ എക്സ്ട്രാ ഫ്യൂസൽ ഫൈബേഴ്സ് ആണ്. മസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്നാണ് ഇത് പോകുന്നത്. സോ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് സ്യൂഡോണിപോളാർ ന്യൂറോൺ തന്നെയാണ്. അത് ടൈപ്പ് 1A ആണ്. ടൈപ്പ് 1A ടൈപ്പ് ഓഫ് സെൻസറി ഫൈബേഴ്സ് ആണ്. ആൻഡ് ഇത് ആക്സോൺ ഇവിടെ ഒന്ന് അവസാനിക്കുന്നു. അവസാനിക്കുമ്പോൾ നേരിട്ടാണ്, ഇടയ്ക്ക് വേറെ ആരും ഇല്ല. ഇത് മോട്ടോർ നെർവാണ്. മോട്ടോർ നെർവ് പോയി അവസാനിക്കുന്ന ഇവിടെ സെയിം മസിലിൽ പോയാണ് അവസാനിക്കുന്നത്. സോ നോ ഇന്റർ ന്യൂറോൺസ്. ഇവിടെ ഇന്റർ ന്യൂറോൺ ഇല്ല. എഫറന്റ് ന്യൂറോൺ ഈസ് മോട്ടോർ ന്യൂറോൺ ആൻഡ് എഫറന്റ് ഓർഗൻ ഈസ് സെയിം മസിലാണ്. സോ ദിസ് ഈസ് മോണോസിനാപ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഈസ് ഇപ്സിലാറ്ററൽ ആണ്. സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ ഇപ്സിലാറ്ററൽ എന്നാണ് വിളിക്കുക. ഉദാഹരണം പെട്ടല്ലാർ റിഫ്ലക്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സ്ട്രെച്ച് റിഫ്ലക്സ്. ഇനി ഈ സെൻസറി ന്യൂറോൺസിന്റെ കൊളാറ്ററൽ, ഇത് നമ്മൾ ഈ കാര്യമാണ് പറഞ്ഞത്. കൊളാറ്ററൽ നമുക്ക് ഇവിടെ കാണാം. കൊളാറ്ററൽ മറ്റ് മോട്ടോർ ന്യൂറോൺസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ കൺട്രാക്ട് ചെയ്ത മസിലിന്റെ ഓപ്പോസിറ്റ് മസിൽ, സോ ഓപ്പോസിറ്റ് മസിലിലേക്കാണ് പോകുന്നത്. ഇതാണ് ഓപ്പോസിറ്റ് മസിൽ. ഈ മസിൽ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് കൺട്രാക്ട് ചെയ്ത മസിൽ. ഇത് അതിന്റെ ഓപ്പോസിറ്റ് മസിലാണ്. ഇത് റിലാക്സ് ചെയ്യും. സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനിടയിൽ ഇന്റർ ന്യൂറോൺസ് ഉണ്ട്, ഇൻഹിബിറ്ററി ഇന്റർ ന്യൂറോൺ. സോ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഇന്റർ ന്യൂറോൺസ് ഉണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പറയാ റെസിപ്രോക്കൽ ഇന്നർവേഷൻ എന്നാണ് നമ്മൾ പറയുക. റെസിപ്രോക്കൽ ഇന്നർവേഷൻ. സോ ഒരു മസിൽ ചുരുങ്ങുമ്പോൾ എതിർ മസിലുകൾ റിലാക്സ് ചെയ്യും. സോ സ്ട്രെച്ച് റിഫ്ലക്സിൽ ഏത് മസിലാണോ സ്ട്രെച്ച് ചെയ്തത് അത് കൺട്രാക്ട് ചെയ്യും. അതിന്റെ എതിർ മസിലുകൾ റിലാക്സ് ചെയ്യും. അടുത്തത് ടെൻഡൻ റിഫ്ലക്സ് ഓർ നമുക്കതിനെ ഇൻവേഴ്സ് സ്ട്രെച്ച് റിഫ്ലക്സ് എന്ന് വിളിക്കാം. ഓപ്പോസിറ്റ് ഓഫ് സ്ട്രെച്ച് റിഫ്ലക്സ് എന്ന് പറയാം. സോ ഇതിന്റെ റിസെപ്റ്റർ എവിടെ ആയിരിക്കും? നേരത്തെ ഇവിടെ ആയിരുന്നു റിസെപ്റ്റർ, ഇപ്പോൾ റിസെപ്റ്റർ ഇവിടെയാണ്. ഈ ഭാഗം നമ്മൾ വിളിക്കുക ഗോൾജി ടെൻഡൻ ഓർഗൻസ് എന്നാണ് വിളിക്കുക. ടെൻഡൻസിന്റെ ഉള്ളിലാണ് ഇതാണ് സംഭവം. ഇതാണ് സംഭവം. മസിൽ സ്പിൻഡിൽ അല്ല. സോ ഒരു മസിൽ, ഈ മസിൽ ഇപ്പൊ കൺട്രാക്ട് ചെയ്യാന്ന് വെച്ചോ. ഈ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ സ്ട്രെച്ച് ആണ് ഇതിനൊരു സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഇതൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ്. കാരണം ഇത് എക്സസീവ് ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വന്നുമ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആവും. ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഈ മസിൽസിനെ അത് റിലാക്സ് ചെയ്യിക്കണം. സോ റിലാക്സ് ചെയ്യും. സോ ഇവിടെ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോകുന്ന നെർവ്സ് ടൈപ്പ്, മറ്റേത് 1A ആണ് പറഞ്ഞത്, ഇത് 1B ആണ്. ടൈപ്പ് 1B സെൻസറി നെർവ്സ് ആണ്, ന്യൂറോൺസ് ആണ്. ആൻഡ് ഈ കണക്ഷൻ ഇവിടെ നേരിട്ടല്ല, ദർ ആർ ഇന്റർ ന്യൂറോൺസ്, ഇൻഹിബിറ്ററി ഇന്റർ ന്യൂറോൺസ് ആണ്. സോ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ ഡോട്ടിട്ട് വരച്ച് ഇൻഹിബിറ്ററി ആണ്. സോ നേരത്തെ സ്ട്രെച്ച് ആകുമ്പോൾ ഇത് കൺട്രാക്ട് ചെയ്യാണ്, ഇപ്പൊ ഇത് റിലാക്സ് ചെയ്യുക. ഇൻഹിബിറ്ററി ഇന്റർ ന്യൂറോൺസ്. ആൻഡ് മോട്ടോർ ന്യൂറോൺ പുറത്തേക്ക് പോകുന്നത് ആൽഫ മോട്ടോർ ന്യൂറോൺ. സോ ഇവിടെയും കൊളാറ്ററൽ ഉണ്ട്. ഈ കൊളാറ്ററൽ ഇങ്ങോട്ടേക്ക് പോകുന്നത് നേരെ ആന്റഗോണിസ്റ്റിക് മസിലാണ്. സോ ആന്റഗോണിസ്റ്റിക് മസിൽ ഇവിടെ എന്താ ചെയ്യുക? കൺട്രാക്ട് ചെയ്യുക. സോ ഇങ്ങനെ ഡോട്ടഡ് വര ഇൻഹിബിഷൻ ആണ്, അല്ലാത്ത വരച്ച് കഴിഞ്ഞാൽ കൺട്രാക്ഷൻ ആണ്. സോ ഓപ്പോസിറ്റ് ടു സ്ട്രെച്ച് റിഫ്ലക്സ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് മോണോസിനാപ്റ്റിക് ആണോ? അല്ല, ഇത് ഇൻബിൽറ്റ് തന്നെ ഡൈസിനാപ്റ്റിക് ആണ്. ഡൈസിനാപ്റ്റിക് റിഫ്ലക്സ് ആണ്, പക്ഷേ സെയിം സൈഡ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ഇപ്സിലാറ്ററൽ തന്നെയാണ്. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ്. സോ അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഇത് എക്സസീവ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ടു ഓവർറൈഡ് ദ സ്ട്രെച്ച് റിഫ്ലക്സ്, അപ്പോഴാണ് ദിസ് റിഫ്ലക്സ് ടെൻഡൻ റിഫ്ലക്സ് ആക്ടിവേറ്റ് ചെയ്യുകയും അതിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യാം. ഇനി മൂന്നാമത്തത് വിഡ്രോവൽ ഓർ ഫ്ലെക്സർ ആണ്. ഫ്ലെക്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിഡ്രോവൽ റിഫ്ലക്സുകളാണ്. അപ്പൊ സ്റ്റെപ്പിംഗ് ഓൺ എ നീഡിൽ, നമ്മളൊരു മുള്ളിലോ പിന്നിലോ
ആണിയിലോ കാല് ചവിട്ടി, നമ്മൾ കാല് വലിക്കും അല്ലെ. സോ റിസെപ്റ്റേഴ്സ് ആർ ഇവിടെ ഇപ്പൊ നോസിസെപ്റ്റേഴ്സ് ആണ്, പെയിൻ റിസെപ്റ്റേഴ്സ് ആണ്, നോസിസെപ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ ഉള്ള റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ പോകുന്ന സെൻസറി ന്യൂറോൺസോ സെൻസറി ന്യൂറോൺ അപ്പോൾ വേറെയാണ്. ടൈപ്പ് 3 ആണ് ഒന്ന്, ടൈപ്പ് 4 ഉണ്ട്. ടൈപ്പ് 3ഉം 4ഉം സെൻസർ ന്യൂറോൺസ് ആണ് പോകുന്നത്. സ്പൈനൽ കോഡിൽ ഇവിടെ എത്തി, സ്പൈനൽ കോഡിൽ ഇവിടെ എത്തി. സ്പൈനൽ കോഡിൽ ഇതിന് പലവിധ കണക്ഷൻസ് ഉണ്ട്. ഞാനിവിടെ പല കണക്ഷൻ വരച്ചിട്ട് 2 തരം കണക്ഷനാണ് പ്രധാനമായിട്ട്. ഒന്ന് പച്ച വരച്ചിരിക്കുന്നത് എക്സൈറ്റേറ്ററി ആണ്, എക്സൈറ്റേറ്ററി ഇന്റർ ന്യൂറോൺസുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. ദെൻ ഇത് ഇൻഹിബിറ്ററി ഇന്റർ ന്യൂറോൺസ് ആണ്. എക്സൈറ്റേറ്ററി പോകുന്നത് ഫ്ലെക്സർ ആയിട്ടാണ്. സോ ഫ്ലെക്സർ ആണ്. ഫ്ലെക്സർ മീൻസ് കൺട്രാക്ഷൻ ഓഫ് മസിൽ, കൺട്രാക്ഷൻ. സോ ദിസ് ഈസ് ഫ്ലെക്സർ, കൺട്രാക്ഷൻ ഓഫ് മസിൽ ആണ്. ഇൻഹിബിറ്ററിയോ എക്സ്റ്റൻസർ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കും. സോ എക്സ്റ്റൻസറിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. സോ ചില മസിലുകൾ കൺട്രാക്ട് ചെയ്യും, ചില അത് റിലാക്സ് ചെയ്യും. സോ ദിസ് ആൻ ഇപ്സി ലാറ്ററൽ, സെയിം സൈഡിൽ തന്നെയാണ് നടക്കുക. ഇപ്സി ലാറ്ററൽ റിഫ്ലക്സ് ആണ്, സെയിം സൈഡിൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ ബ്രാഞ്ചസ് വി ക്യാൻ സീ ഇവിടെ ബ്രാഞ്ചസും. ഇത് ഈ ഒരു സ്പൈനൽ കോഡ് സെക്ഷനാണ് വരച്ചത്, മുകളിലും താഴത്തും ഒക്കെ പോകാം. സോ അത് പോളിസിനാപ്റ്റിക് ആണ്. സോ ദിസ് ഈസ് പോളിസിനാപ്റ്റിക് ആണ്. സോ വിഡ്രോവൽ ഓർ ഫ്ലെക്സർ റിഫ്ലക്സ് ഈസ് പോളിസിനാപ്റ്റിക് ആണ്, പക്ഷേ ഇപ്സിലാറ്ററൽ ആണ്. റിസെപ്റ്റേഴ്സ് നോസിസെപ്റ്റേഴ്സ് ആണ്, ഫൈബേഴ്സ് സെൻസറി ടൈപ്പ് 3ഉം 4ഉം ആണ്. ഇനി നാലാമത്തെ നമുക്ക് പറയാനുള്ളത് ക്രോസ്ഡ് എക്സ്റ്റൻസർ റിഫ്ലക്സുകളെ കുറിച്ചാണ്. ആൻഡ് ഇത് പഴയ കേസ് തന്നെയാണ്. ആണിയുടെ തറയ്ക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, കാല് വലിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവം വ്യത്യസ്തമാവുന്നത് ഇവിടെ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കമ്മീഷറൽ ന്യൂറോൺസ് ഉണ്ട്. കമ്മീഷർ അല്ലെ, ഗ്രേ കമ്മീഷർ, ആന്റീരിയർ കമ്മീഷർ, ബ്രെയിനിലെ ഏറ്റവും വലിയ കമ്മീഷർ അത് കോർപ്പസ് കലോസം. സോ എല്ലാം കമ്മീഷറാണ്. കമ്മീഷർ എന്ന് വെച്ചാൽ അപ്പുറത്തേക്കും പോവുക എന്നാണ് അർത്ഥം. സോ സ്പൈനൽ കോഡിന്റെ അപ്പുറത്തെ ഭാഗത്തെത്തും. സോ മസിൽസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പുറത്തെ സൈഡിൽ എന്താ സംഭവിക്കുക? ഇവിടെ കൺട്രാക്ട് ചെയ്തെല്ലാം ഇവിടെ റിലാക്സ് ആയിരിക്കും ചെയ്തത്. ഇവിടെ കൺട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ റിലാക്ഷൻ, ഇവിടെ പാലുകാച്ചൽ, അവിടെ അത്, അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ കൺട്രാക്ഷൻ, ഇവിടെ റിലാക്സേഷൻ. ഇവിടെ കൺട്രാക്ട് ചെയ്തെല്ലാം ഇവിടെ റിലാക്സ്. സോ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ റിലാക്സ് ചെയ്ത് ഇവിടെ കൺട്രാക്ട് ചെയ്യും, ഇവിടെ കൺട്രാക്ട് ചെയ്ത് ഇവിടെ റിലാക്സ് ചെയ്യുന്നു. സോ ക്രോസ്ഡ് എക്സ്റ്റൻസർ റിഫ്ലക്സസ് ആർ പോളിസിനാപ്റ്റിക് ആണ്, പോളിസിനാപ്റ്റിക് ആണ്. പക്ഷെ കോൺട്രാലാറ്ററൽ ആണ്. കോൺട്രാലാറ്ററൽ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പുറവും ഇൻവോൾവ് ആണ്. ശരീരത്തിന്റെ അതർ സൈഡ് ഈസ് ഓൾസോ ഇൻവോൾവ്. സോ ഇതെല്ലാമാണ് റിഫ്ലക്സസ്. പ്രധാനപ്പെട്ട സൊമാറ്റോ സെൻസറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് സൊമാറ്റോ സെൻസറി റിഫ്ലക്സസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് റിഫ്ലക്സ് എന്താന്ന് പറഞ്ഞു, റിഫ്ലക്സ് ടൈപ്സ് പറഞ്ഞു, റിഫ്ലക്സ് ആർക്ക് പറഞ്ഞു, ആൻഡ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സൊമാറ്റോ സെൻസറി റിഫ്ലക്സസ്. So that's all in this video. Thank you for watching.